മുജാഹിദ് ബാലുശ്ശേരിയെ പ്രസംഗിക്കാൻ ക്ഷേത്രത്തിൽ വിളിച്ചാൽ അവിടെ വന്നിട്ട് എന്താ പറയാന്നറിയാമോ? പാന്ധവാ മാനവാ സർവേ സുദേശ ഭുവനത്രയും ലോകമേ തറവാടു തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ അവരെ ഒന്ന് സോപ്പിട്ട് മിനുക്കി. ഞങ്ങളുടെ മതം ഇതാണ് പറയുന്നത് കേട്ടോ, നിങ്ങളെ സ്നേഹിക്കാനാണ് കേട്ടോ ഞങ്ങളോട് പറയുന്നത്. നിങ്ങളെയൊക്കെ സ്നേഹിക്കാൻ മാത്രമേ ഞങ്ങൾക്കറിയൂ. ഞങ്ങളുടെ മതം, ഞങ്ങളുടെ പഠിച്ചവൻ, ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കാനാണ്. ഇതൊക്കെ പറഞ്ഞ് കത്തിച്ചു വിടാം. കുറച്ച് കഴിയുമ്പോൾ ആളൊരു മുസ്ലിം വേദിയിൽ വന്നാൽ എന്താ പറയാന്നറിയാമോ? അലൈഹിസ്സലാഹു ബികാഫിൻ അബ്ദാ, നിങ്ങൾക്കൊരു അല്ലാഹു പോരെ, അഖിലാണ്ട ലോകം നിയന്ത്രിച്ചു പരിപാലിക്കുന്ന സൃഷ്ടികർത്താവായ അല്ലാഹു പോരെ, ആ ബഹുദൈവ വിശ്വാസികളായ ആളുകളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് പിരടിയെടുത്തോ മക്കളെ. 1000 കാഫിറുകളുടെ തലയന്റെ പ്രവാചകൻ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ കരുണ്യമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ 1001 പേരെ അരിഞ്ഞ് നബിയേക്കാൾ ശ്രേഷ്ഠനായിക്കോളാൻ. അപ്പോ എവിടെയാണ് മതേതരത്വം പറയേണ്ടത്? എവിടെയാണ് ബഹുസ്വരതയ്ക്ക് അനുകൂലമായി സംസാരിക്കേണ്ടത് എന്നവർക്കറിയാം. നമ്മൾ അജ്മീർ വിഷയമായിരുന്നാലും നാഗ്പൂർ വിഷയമായിരുന്നാലും ഷാഹി ജുമാ മസ്ജിദിന്റെ വിഷയമാണെങ്കിലും ബംഗ്ലാദേശ്, ഇസ്രായേൽ, ഹമാസ്, പഹൽഗാം, നിങ്ങളതൊക്കെ നോക്കിയാൽ മതി. ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇവരുടെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് ഞൊടിയിടയിൽ മാറി മറിയുന്നത് എന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു മുസ്ലിം ക്ഷേത്രത്തിൽ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം ചർച്ചിൽ പോയിട്ട് അവരുടെ ആരാധനകളിൽ മുഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാം ഇൻകമിങ് ആണ് നമുക്കൊക്കെ, ഔട്ട് ഗോയിങ് നമ്മൾ സമ്മതിക്കില്ല എന്ന്. മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അനേകം മാധ്യമങ്ങൾ, അവരുടെ കയ്യിലാണ് ഇന്ന് പണവും മീഡിയയും മൊത്തം. ഓൺലൈൻ മീഡിയ ആണെങ്കിലും അതെ, വിദേശികളെ വല്ലാതെ വാഴ്ത്തും. പക്ഷേ ഇന്ത്യയുടെ സംസ്കാരങ്ങളെ സംബന്ധിച്ചിട്ട് അവര് പുകഴ്ത്തി പറയണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദേശീയതയെ സംബന്ധിച്ച് ഇവർ ഉദ്ബോധനം നടത്തുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാജ്യസ്നേഹമാണ് നമ്മൾ ഊട്ടി ഉറപ്പിക്കേണ്ടത് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ രാജ്യം കാക്കുന്ന പട്ടാളക്കാരെ ബലാത്സംഖികൾ എന്ന് പറഞ്ഞ ഉസ്താദിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രാജ്യം കാക്കുന്നത് അവരവരുടെ ജീവനും ജീവിതവും ഈ രാജ്യത്തിനു വേണ്ടി അർപ്പിച്ചിട്ടാണ് അവരതിർത്തിയിൽ നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് അവര് യാത്ര പറഞ്ഞിറങ്ങുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ ഉണ്ടാകും, രോഗികളായിട്ടുണ്ടാകും, കല്യാണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1 ദിവസം 2 ദിവസമേ ആയിട്ടുണ്ടാകത്തുള്ളൂ. ചിലപ്പോൾ ഭാര്യമാര് ഗർഭിണികളായിരിക്കും. ചിലപ്പോൾ ജനിച്ച കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ അവരെ ലേബർ റൂമിൽ കിടന്ന് യാത്ര പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. പിറന്ന കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും സാധിക്കുമോ എന്ന് ഉറപ്പില്ലാതെ നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിനു വേണ്ടി രാജ്യം കാക്കാൻ ഇറങ്ങുന്ന പട്ടാളക്കാരെ ഒരു മുസ്ലിം പുരോഹിതൻ പറഞ്ഞത് ബലാത്സംഖികൾ എന്നാണ്. നിങ്ങളത് ഓർത്തു വയ്ക്കണം, മറക്കരുത് അത്. ഇന്നിനിപ്പോ ആള് മാറ്റി പറയിപ്പിക്കാൻ കഴിയും, ഈസിയാണ്. നിയമ നടപടികളൊക്കെ വരുമെന്നറിഞ്ഞാൽ ചിലപ്പോൾ മാറ്റി പറഞ്ഞേക്കാം. പക്ഷേ ഇവരുടെ ഉള്ളിലുള്ളത് ഇന്ത്യൻ പട്ടാളക്കാരെ കുറിച്ചും ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ചും ഇത്രമാത്രം വിരോധമാണ് എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കുക. നവാസ് മനാനിയുടെ പ്രസംഗം കേൾപ്പിച്ചു തരാൻ. മുനാഫിക്കായ മറ്റൊരുത്തനാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ. മറ്റൊരു മുനാഫിക്കാണ്. ഈ മുനാഫിക്ക് വിവരം കൊടുക്കുന്നു, ഇവിടെ കേരള സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കലാപം ഉണ്ടാകിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആവുകയാ, ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കത്തിക്കുത്തുകളും കലാപങ്ങളും
കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തിലേക്ക് പോയെന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു. ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇന്ത്യയുടെ പട്ടാളം വരികയാണ്. HMP കോളനിയിൽ ഇന്ത്യയുടെ പട്ടാളം വന്നു കഴിഞ്ഞാൽ കാരുണ്യമില്ലാത്തവരാ സഹോദരാ, കരുണയില്ലാത്തവന്മാരാ, നരകത്തിന് വേണ്ടി അള്ള പടച്ച ഒരു വിഭാഗം കശ്മലന്മാരാ. ഈ കശ്മലന്മാര് വന്നാൽ ഇവിടുത്തെ പ്രായാധിക്യം വന്ന ഉപ്പാപ്പമാരെ പിതാക്കന്മാരെ തല്ലിച്ചതച്ചടിച്ചു കൊല്ലുന്നു. ഇന്ത്യക്കാര് ഇന്ത്യക്കകത്തു വന്നിട്ട് ഇന്ത്യക്കാരോട് ഈ രൂപത്തിൽ ചെയ്ത ഏതെങ്കിലും ഒരു ഹിസ്റ്ററി ഈ പരനാറിക്ക്, ഈ തട്ടമിട്ട പൊറോട്ട കെട്ടുകാരനായ പരനാറിക്ക് പറയാൻ കഴിയുമോ? ഏത് കോളനിയിലാണ് ഇന്ത്യൻ പട്ടാളം പോയി വൃദ്ധരായ ആളുകളെ തല്ലിക്കൊന്ന് അവരുടെ പെൺകുട്ടികളെ ബലാത്കാരം ചെയ്തത്? ഇവനൊക്കെ രാജ്യദ്രോഹിയാണ് എന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? HMP കോളനിയിലെ ഇന്ത്യയുടെ പട്ടാളം വരെ നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്, കശ്മലന്മാരാണെന്നവരെ. തെണ്ടി, നീ ഏതു മതഗ്രന്ഥത്തിൽ പഠിച്ചതായിരുന്നാലും ശരി, നീ ഏതു മത ആലയത്തിൽ പഠിച്ചവനാണെങ്കിലും, നീ ഏതു കൊമ്പത്തുള്ളവനാണെങ്കിലും ശരി, നിന്നെ ഒരൊറ്റ വാക്കിൽ വിളിക്കാം രാജ്യദ്രോഹി എന്ന്. നീ ഈ രാജ്യത്ത് നിൽക്കാൻ അർഹതയില്ലാത്തവനാണ്. നീ ഈ പറഞ്ഞ കശ്മലന്മാരായ ആളുകൾ ജീവനും ജീവിതവും ഈ രാജ്യത്തിനു വേണ്ടി അർപ്പിച്ച് അതിർത്തിയിൽ നിൽക്കുന്നതിന്റെ പേരിൽ മാത്രമാണ് ഇവൻ ഇങ്ങനെ അഹങ്കരിച്ച് ഈ രാജ്യത്തിനകത്ത് നിന്നിട്ട് ഇത് പറയാൻ കഴിയുന്നത്, അല്ലേ? ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് നിങ്ങൾ കേൾക്കണം, അറിയണം. ഒരു വിഭാഗം കശ്മലന്മാരാ. ഈ കശ്മലന്മാര് വന്നാൽ ഇവിടുത്തെ പ്രായാധിക്യം വന്ന ഉപ്പാപ്പമാരെ പിതാക്കന്മാരെ തല്ലിച്ചതച്ചടിച്ചു കൊല്ലുന്നു. ബാക്കിയുള്ള യുവാക്കളെ വെടിവെച്ച് വീഴ്ത്തുന്നു. എന്നിട്ട് നമ്മുടെ ജീവനതുല്യം സ്നേഹിക്കുന്ന പെൺമക്കളെ ബലാത്സംഗം ചെയ്യൂ. നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യൂ. അത് നാളത്തെ സുപ്രഭാതത്തിലായി കൂടുന്നുണ്ടോ? ഇതൊക്കെ നടന്നല്ലേ മറ്റ് സ്റ്റേറ്റുകൾ നമ്മൾ കണ്ടത്? കാശ്മീരിന്റെ അവസ്ഥ എന്താ? എങ്ങനെയുണ്ട്? ഇവൻ പറഞ്ഞത് ശരിയാ പ്രവാചകന്റെ വിഷയത്തിൽ. കാരണം ഹൈബറിന്റെ കൊള്ളയടിയൊക്കെ നമ്മൾ കണ്ടില്ലേ? ഹൈബർ കൊള്ളയൊക്കെ ഇത് തന്നെയല്ലേ നമ്മൾ കണ്ടത്? ഹൈബർ എന്ന് പറയുന്ന നാട്ടിലേക്ക് ഇരച്ചു കയറി വൃദ്ധന്മാരെയൊക്കെ അടിച്ചു കൊന്ന്, യുവാക്കളെയൊക്കെ വെടിവെച്ചു കൊന്ന്, അവിടുത്തെ പെൺകുട്ടികളെയൊക്കെ ക്രൂരമായി ബലാത്കാരം ചെയ്ത്, പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ പിടിച്ചു ബന്ധികളാക്കി കൊണ്ടുവന്ന് ഇവർ അവരെ കളിപ്പാട്ടങ്ങൾ കളിക്കാൻ എടുക്കുന്നത് പോലെ, അത് മനുഷ്യന്മാരാണെന്ന് പോലും ചിന്തിക്കാതെ അവരെ ഭോഗിച്ച് ആർമാദിച്ച ചരിത്രം പഠിച്ച ഇവൻ ഇന്ത്യൻ പട്ടാളത്തെ കുറിച്ചിട്ട് ഇങ്ങനെയല്ലേ പറയൂ? എന്നിട്ട് ഇവനെതിരെ എന്ത് രൂപത്തിലുള്ള നിയമ നടപടിയാണ് എടുത്തിട്ടുള്ളത്? നമ്മളാണ് മുന്നോട്ട് പോകേണ്ടത്. ഇവന്റെ പേര് നവാസ് മന്നാനി എന്നാണ്. മന്നാനി എന്ന് പറയുന്നത് ഇവന്റെ ബിരുദമാണ്. നവാസ് എന്നാണ് ഇവന്റെ പേര്. ഇതുപോലെയുള്ള രാജ്യവിരുദ്ധന്മാരെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പിടിക്കുന്നില്ല അല്ലേ? അപ്പൊ നിങ്ങൾ എന്നെ വന്ന് തെറി പറയുവാണല്ലോ. അതിന്റെ അർത്ഥം എന്താ? ഇവൻ പറയുന്നത് തന്നെയാണ് ആശയമായിട്ട് സ്വീകരിക്കുന്നതെന്നല്ലേ? ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ചും ഇന്ത്യൻ പട്ടാളത്തെക്കുറിച്ചും ഇവരുടെയൊക്കെ അഭിപ്രായം അത് തന്നെയാണെന്നല്ലേ? ഇവനെ അനുകൂലിക്കുകയും ഇവൻ പറഞ്ഞത് ശരിയാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മതവിഭാഗം ഇവിടെ ഉണ്ട് എന്നല്ലേ നമുക്ക് മനസ്സിലാകുന്നത് ഇതിൽ നിന്ന്, അല്ലേ? അപ്പോൾ മുഴുവൻ മുസ്ലിങ്ങളുടെയും അഭിപ്രായം ഇതാണോ എന്ന് നമ്മൾ അറിയണം. നമുക്ക് ചുറ്റുമുണ്ട് ഇന്ത്യൻ പട്ടാളത്തെയും ഇന്ത്യ മഹാരാജ്യത്തെയും ഇതേപോലെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾ, മോശമായി കാണുന്ന ആളുകൾ. അവരെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ രാജ്യസ്നേഹം പറയുമ്പോൾ അവരെത്രമാത്രം അതിനെ എതിർക്കുന്നു എന്ന് നോക്കിയാൽ മതി.